നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ വീണ്ടും ഫബ്രീസിയോ റൊമാൻ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫബ്രീസിയോ പറയുന്നതെങ്കിലും ഫബ്രീസിയോ പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് വലിയ വിശ്വാസമാണ് എന്നുള്ളതുകൊണ്ട് നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതിലിപ്പോൾ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസീലുകാരനാണ് നെയ്മർ. അദ്ദേഹം കളിക്കുന്നത് സൗദിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ബ്രസീലിയൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടോ സൗദി മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടോ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താലും പിന്നെയും പലർക്കും വിശ്വാസക്കുറവാണ്. എന്നാൽ ഇറ്റലിക്കാരനായിട്ടുള്ള ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്താൽ കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വീണ്ടും എടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഫബ്രീസിയോ പറയുന്നു, സാന്റോസ് ആൻഡ് അൽ ഹിലാൽ വിൽ ബി ഇൻ ഡയറക്റ്റ് ടോക്സ് ദിസ് വീക്ക് ഫോർ ഫോർമൽ സ്റ്റെപ്പ് ഓഫ് നെയ്മർ ഡീൽ. അപ്പോൾ നെയ്മർ ഡീലിൻ്റെ ഫോർമൽ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാന്റോസും അൽ ഹിലാലും നേരിട്ടുള്ള ചർച്ചകളിലേക്ക് ഈ ഒരു ആഴ്ച കടക്കും. ഇറ്റ്സ് ഓൾ വെർബലി എഗ്രീഡ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യങ്ങളും വെർബൽ എഗ്രിമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നെയ്മറും സാന്റോസും അൽ ഹിലാലും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ വെർബൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ പ്ലാൻ ചെയ്യുന്നു ബ്രസീലിലേക്ക് വരുന്ന ദിവസങ്ങളിൽ തിരികെ പറക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. നെയ്സ് പ്ലാനിങ് ഫോർ ഹിസ് ട്രാവൽ ബാക്ക് ടു ബ്രസീൽ ഇൻ ദി അപ്കമിങ് ഡേയ്സ് എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. നമ്മൾ ഇന്നലെ ഈ കാര്യം പറഞ്ഞതാണ്. കാരണം ബ്രസീൽ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരുന്നു, നെയ്മർ ജൂനിയർ ബുധനാഴ്ചയോടുകൂടി എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബുധനാഴ്ചയോടുകൂടി ബ്രസീൽ ലാൻഡ് ചെയ്യും. അദ്ദേഹത്തെ ഫെബ്രുവരി 1 സാന്റോസ് പ്രസന്റ് ചെയ്യും. ഫെബ്രുവരി 5 അദ്ദേഹം സാന്റോസിനായിട്ട് ആദ്യ മത്സരം കളിക്കുമെന്നൊക്കെ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വെർബൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഫോർമൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി, ഒരു അവസാന സ്റ്റെപ്പുകൾ കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ സൗദി അറേബ്യ വിടും. അദ്ദേഹം ബ്രസീലിയൻ ക്ലബിലേക്ക്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ക്ലബിലേക്ക് മടങ്ങിപ്പോകും. എല്ലാ കാര്യങ്ങളും വെർബലി എഗ്രി ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.